Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. ഓക്കെ, നമുക്ക് ഗോൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നല്ല അഗ്രസീവായിട്ടൊരു ഫാളാണ് നടന്നത് അല്ലേ. അതിനുശേഷം ഇന്ന് മോർണിംഗ് വന്നിട്ട് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡെയിലി ക്യാൻഡിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്കൊരു അത്യാവശ്യം ഒരു ബൈ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കാണുന്നൊരു ഓർഡർ ഫ്ലോ ലെവലിലെ പ്രൈസ് ടാർഗറ്റ് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഈ കാണുന്ന സിറ്റ് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഒരു 1 ഹവറിൻ്റെ ഒരു ഇംബാലൻസിൻ്റെ തന്നെ 50% ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഒരു സെൽ റിജക്ഷൻ പ്രൈസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വൺസ് ഇവിടെ നിന്ന് ഈ ഒരു 50 മിനിറ്റ് ലിക്വിഡിറ്റി ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന 3980 ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതല്ലാതെ ഫെയിൽ ആവില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൈസ് ഈ കാണുന്ന ഒരു 4042 4050 ആ ലെവലിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ലെവലും ആൻഡ് ഇതിൻ്റെ മുകളിലേക്കുള്ള ലെവലും ഒരു മേജർ ലെവൽസാണ് ഗോൾഡിൻ്റെ സെല്ല്. സോ ആ ലെവലിൽ നിന്ന് പ്രോപ്പറായിട്ടൊരു സെൽ സെറ്റപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സെല്ലിലേക്ക് തന്നെ മാർക്കറ്റിൽ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന ലെവൽ 3980 ലെവലിൻ്റെ ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്നതും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടൊരു ന്യൂസ് ഇവൻറ്റും കൂടെ ഇന്ന് ഈവനിങ് 6 o'clock ബിക്കോസ് ഒരു CPIയുടെ ന്യൂസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 6 o'clock അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റാണ് നമുക്ക് ഗോൾഡിലും അതുപോലെ തന്നെ മറ്റു പേയേഴ്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ന്യൂസ് ടൈമിലാണ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം എൻട്രി നോക്കുന്നതായിരിക്കും ബെറ്റർ. ന്യൂസ് ആ ഒരു ടൈമിൽ ഏത് ഡയറക്ഷനിലേക്ക് ഒരു സഡൻ സ്പൈക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആഫ്റ്റർ ന്യൂസ് ആ ഒരു എല്ലാ ലിക്വിഡിറ്റി കളക്ഷന് ശേഷം മാത്രം എൻട്രി നോക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ. ആൻഡ് ബയാസ് സ്റ്റിൽ ബെയറിഷ് തന്നെയാണ് ഗോൾഡിൽ. ആൻഡ് നമുക്ക് ഇനി യൂറോ യൂസ് നോക്കാം. ആൻഡ് യൂറോ യൂസ്ഡി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം 4 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് താഴത്തേക്ക് തരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എടുത്തു, എഗെയിൻ റിജക്റ്റ് ചെയ്തു, എഗെയിൻ മുകളിലേക്ക് പോയി. ഈ കാണുന്ന ഒരു വിക്ക് ഏരിയാസ് വന്നപ്പോഴേക്കും എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൽ പ്രഷർ തന്നെയാണ് യൂറോ യൂസ്ഡി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത 4 ഹവറിൻ്റെ ലാർജ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ലെവലിൽ ഒരു 50% മിറ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു പ്രോപ്പർ സെൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സെൽ കണ്ടിന്യൂഷൻ നോക്കാം. ഈ കാണുന്ന 1.12937 എന്ന് പറഞ്ഞ ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് 50-50 ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഗോൾഡിലായാലും യൂറോസിലായാലും സെല്ലിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ന്യൂസ് 6 o'clock അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ എൻട്രി ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഓൺ ഗോൾഡ് ആൻഡ് യൂറോ യൂസ്ഡി. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.